So everyone has called for a purpose. എല്ലാവരും ഒരു ഉദ്ദേശത്തിനാണ് വിളിച്ചിരിക്കുന്നത്. How many of you know your purpose? എത്ര പേർക്ക് നിങ്ങളെ വിളി അറിയാം? Even before baptism, I was reading Bible and praying. So God spoke to me about my calling. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നോട്, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം എനിക്ക് എൻ്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കി തന്നു. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എൻ്റെ വിളി എന്താണെന്ന് എനിക്ക് നേരത്തെ തന്നെ സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ എനിക്കറിയായിരുന്നു. So if you know your calling, your way will be easy. നിങ്ങൾക്ക് നിങ്ങളുടെ വിളി അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം. If you do not know your calling, you will be struggling in the wilderness. നിങ്ങൾക്ക് നിങ്ങളുടെ വിളി അറിയത്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? സോ യു മസ്റ്റ് നോ യുവർ കോളിംഗ് ആൻഡ് യു ഷുഡ് വാക്ക് ഇൻ യുവർ കോളിംഗ്. നിങ്ങളുടെ വിളി അറിഞ്ഞിട്ട് നിങ്ങൾ അതിനനുസരിച്ച് തന്നെ വേണം പോകാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ചെയറിൽ അപ്പുറത്ത് വന്നിരുന്നോളൂ. അതിൽ അവിടെ ഇരുന്നോളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇഫ് യു ഡു നോട്ട് നോ യുവർ കോളിംഗ്, യുവർ ടൈം വിൽ ബി വേസ്റ്റ്. നിങ്ങളുടെ സമയമെല്ലാം നിങ്ങൾ പാഴായി കളയുകയാണ്. ദിസ് ഈസ് എ പ്ലേസ് ടു ടെൽ യു വാട്ട് ഈസ് യുവർ കോളിംഗ്. ഇതെന്ത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലമാണിത്. If you go to another church, you can have a worship and then go home. നിങ്ങൾ വേറൊരു ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒരു ആരാധന കഴിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. But you don't. It is very difficult to know your calling because they may be not focusing on your calling. നിങ്ങളുടെ വിളിയിലേക്ക് അവർക്ക് വലിയ ശ്രദ്ധ കൊടുക്കാനായി ചിലപ്പോൾ സമയം കാണത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? They are very busy in worshiping the Lord. Worshiping the Lord is very good. ദൈവത്തെ ആരാധിക്കുന്ന തിരക്കിലായിരിക്കും അവർ. ദൈവത്തെ ആരാധിക്കുന്ന നല്ല കാര്യമാണ്. But here we are checking everyone's fault and giving the right solution. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ശരിയായ കുഴപ്പങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ തരിക. വല്ലതും പിടികിട്ടിയെന്ന് അറിയത്തില്ല. So this is a training place. At the same time, this is a deliverance clinic. At the same time, it is a church also. It is a Bible class. Also, it is a fasting prayer also. എത്ര പേർക്ക് മനസ്സിലായി? ഇതെല്ലാം കൂടെ ഇവിടെ നടക്കുകയാണ്. അതായത് ഇവിടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഒരു ഡോക്ടർ എങ്ങനെ ഒരു രോഗിയെ കൊണ്ട്, ഞാൻ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? വെളിയിൽ ഒത്തിരി ആൾക്കാർ അവർക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. The people outside are very curious and very interested to know what we are speaking here. ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പറഞ്ഞ മനസ്സിലായേ? That's why I am speaking in English. So, this is a deliverance clinic. ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് കുഴപ്പങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് മരുന്ന് കൊടുക്കും അല്ലേ? So it is a deliverance clinic. At the same time, it is a place to take you to the destination. നിങ്ങളെ വിളിച്ച വിളിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ്. So we are spending much time about your calling. നിങ്ങളുടെ വിളിയിലേക്ക് വേണ്ടി, നിങ്ങളെ വിളിയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഒത്തിരി മെനക്കെടുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി?
പീപ്പിൾ ഡസൻ ലൈക്ക് എ ടീച്ചർ ഹൂ ബീറ്റ്സ്. അടിക്കുന്ന മാഷിനെ ആർക്കും ഇഷ്ടമില്ല. ഇഷ്ടമാണോ? അടിക്കുന്ന മാഷിനെ ആർക്കും ഇഷ്ടമില്ല. പീപ്പിൾ ഡസൻ ലൈക്ക് എ ടീച്ചർ ഹൂ ഗീവ്സ് ഇമ്പോസിഷൻ. ഇമ്പോസിഷൻ ഇടുന്ന ഒരു അധ്യാപകനെയും കുട്ടിക്ക് ഇഷ്ടമില്ല. വി ഹാഡ് എ ഡ്രിൽ മാസ്റ്റർ. ഞങ്ങൾക്കൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഡ്രിൽ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഹി വിൽ നോട്ട് ബീറ്റ് us, he will not take any physics or science, so we are very happy with it. ഞങ്ങൾക്കൊരു ഡ്രിൽ മാഷ് ഉണ്ടായിരുന്നു. ഞങ്ങളെ അടിക്കത്തുമില്ല, ഞങ്ങളെ സയൻസും ഫിസിക്സും കണക്കും ഒന്നും പഠിപ്പിക്കത്തുമില്ല. ഞങ്ങളെ നേരെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ പോയി കളിച്ചോളാൻ പറയും. എത്ര പേർക്ക് മനസ്സിലായി? ബട്ട് ഹിയർ വി ആർ ചെക്കിങ് എവറി ഡിഫക്റ്റ്. അപ്പം നിങ്ങളോട് വന്നിരിക്കുന്നു. നിങ്ങളുടെ കുഴപ്പങ്ങളെ ഇവിടെ നിങ്ങളറിയാതെ ദൈവം എന്നിലൂടെ നിങ്ങളുടെ കുഴപ്പങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലതും പിടികിട്ടിയ? സോ ദിസ് ഈസ് എ പ്ലേസ് ടു ചെക്ക് യുവർ ഡിഫക്റ്റ്. നിങ്ങളുടെ ഡിഫക്റ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് വി ആർ റെക്ടിഫൈയിങ് യുവർ ഡിഫക്റ്റ് ആൻഡ് ടേക്കിംഗ് യു ടു ദ ഡെസ്റ്റിനേഷൻ. വല്ലതും പിടികിട്ടിയോ എന്ന് മനസ്സിലായില്ല. If you go to any other church, they won't have much time to check your defect and fill oil and clean everything like servicing a motor vehicle. ഒരു മോട്ടോർ വെഹിക്കിൾ സർവീസ് സ്റ്റേഷനിൽ കയറ്റുമ്പോൾ എന്താണ്? ഓയിൽ ചേഞ്ച് ചെയ്യും, ഫിൽട്ടർ ഇടും, എല്ലാം ചേഞ്ച് ചെയ്യുന്നത് പോലെ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We are servicing every person here by filling oil, changing the oil filter, everything. ക്ലീനിങ് ദ കാർബറേറ്റർ, എവറിത്തിങ്. അല്ലേ? മനസ്സിലായോ? ഇവിടെ നിങ്ങളുടെ ഓരോ വീക്ക്നെസ്സും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കഴിയുന്നതും അറിയാത്ത രീതിയിൽ നിങ്ങളെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരുമല്ലേ? അതുകൊണ്ട് നിങ്ങളെ അറിയിക്കാത്ത രീതിയിൽ നിങ്ങളെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലതും പിടികിട്ടിയാ? വി ആർ നോട്ട് പെർഫെക്റ്റ് ബട്ട് ഗോഡ് ഈസ് ഫോർഗിവിങ് us. നമ്മളാരും തികഞ്ഞവരല്ല, പക്ഷെ ദൈവം നമ്മളെ എല്ലാം കണ്ടില്ലാതെ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ട് ദൈവം വല്ലതും മിണ്ടിയില്ല, പക്ഷെ ദൈവം കണ്ടില്ലെന്ന് പറഞ്ഞ് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ടുഡേ ഗോഡ് ഹാസ് ഗിവൺ എ വേർഡ് ടു ഷെയർ വിത്ത് യു. Some 2 months back, one brother and sister, they did not take the Holy Communion. ഒരു 2-3 മാസം മുമ്പ് ഒരു സഹോദരനും ഒരു സഹോദരിയും കത്രുമേശ എടുത്തില്ല. I asked them, why you did not take the Holy Communion? എന്താ കത്രുമേശ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, we are not eligible to take the Holy Communion today. ഇന്ന് കത്രുമേശ എടുക്കാൻ ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞു. അവർക്ക് ഭയമുണ്ട്. എല്ലാവർക്കും ഭയമുണ്ടല്ലേ? എന്താണ് നമ്മളൊരു വായിക്കുന്നുണ്ട്, ചിലവർ രോഗികളാവുന്നു, ചിലർ കിടപ്പിലാവുന്നു. അങ്ങനെ ഒരു വായിച്ചിട്ടില്ലേ? We are taught by the pastors and the Bible teachers that if we do not take the Holy Communion after examining ourselves, we may fall to sickness, we may be bedridden, or we may be laid up. ചിലപ്പോൾ നമ്മൾ കിടപ്പിലായിരിക്കും, നമുക്ക് അസുഖങ്ങൾ വന്നു എന്നിരിക്കും. അതുകൊണ്ട് ഭയത്തോടു കൂടി മാറി നിൽക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? How much more we should fear in serving the Lord. അപ്പോൾ ആ സഹോദരനും സഹോദരിയും കത്രുമേശ എടുത്തില്ല. ചോദിച്ചപ്പോൾ we are not eligible to participate in the Holy Communion. അപ്പം ഞാൻ അവർ ചോദിച്ചത് എന്താണ്? നിങ്ങൾ ഇവിടെ ഒന്ന് ശുശ്രൂഷ ചെയ്തല്ല, അതിനെന്താന്ന് ചോദിച്ചു. വല്ല പിടികിട്ടിയ? കത്രുമേശ എടുത്തില്ല, പക്ഷെ ശുശ്രൂഷ ഞാൻ ചോദിച്ചു. I asked you sang song here, you shared the word here. ഇവിടെ ദൈവവചനം പറഞ്ഞു, ഇവിടെ പാട്ട് പാടി, നിങ്ങൾ കത്രുമേശ എടുക്കാൻ ഭയന്നു, ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് പേടിയില്ലേന്ന് ചോദിച്ചു. അതെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പീപ്പിൾ ഡസൻറ്റ് നോ ദീസ് തിങ്സ്. ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഇറ്റ് വിൽ ബ്രിങ് കേഴ്സ് ടു യുവർ ഫാമിലി. നിങ്ങളുടെ തലമുറയ്ക്ക് ശാപം വിളിച്ചു വരുത്തുന്ന സാധനമാണ് ഇവിടെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ. സൂക്ഷിച്ച് വേണം ശുശ്രൂഷിക്കാൻ. ഉറക്കം വരുന്ന വലം പിടി